നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ UDFന്റെ അകത്തളങ്ങളിൽ പൊട്ടിത്തെറിക്കുന്നത് ഐക്യമല്ല, മറിച്ച് സീറ്റ് തർക്കങ്ങളാണ്. അധികാരം പിടിക്കാനെന്ന വലിയ അവകാശവാദങ്ങൾ ഉയർത്തുന്ന മുന്നണി സീറ്റ് പങ്കിടലിന്റെ കാര്യത്തിൽ തമ്മിലടിയും വാക്പോരുമൊക്കെയാണ്. കോൺഗ്രസും PJ ജോസഫും നയിക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ വീണ്ടും തകരാറിലായതോടെ UDFനുള്ളിലെ അസ്വസ്ഥതകൾ മറനീക്കി പുറത്തുവരികയാണ്. UDFിലെ പ്രധാന ഘടക കക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി കോൺഗ്രസ് നടത്തുന്ന സീറ്റ് വിഭജന ചർച്ചകളാണ് ഇപ്പോൾ മുന്നണിക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുന്നത്. തുടർച്ചയായ ചർച്ചകൾ നടത്തിയിട്ടും നിർണായകമായ ധാരണയിലേക്ക് എത്താൻ കഴിയാതെ ചർച്ചകളെല്ലാം അലസിപ്പിരിഞ്ഞു. ഇടുക്കി, ഏറ്റുമാനൂർ, കുട്ടനാട് എന്നീ 3 പ്രധാന മണ്ഡലങ്ങൾ കോൺഗ്രസിന് വിട്ടുനൽകണമെന്ന ആവശ്യമാണ് ചർച്ചകൾ വഴിമുട്ടിച്ചത്. ഈ ആവശ്യത്തെ കേരള കോൺഗ്രസ് ശക്തമായി എതിർത്തതോടെ ഇരു കക്ഷികളും തമ്മിലുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമാക്കുകയും ചെയ്തു. കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന ചർച്ചയിൽ വിട്ടുവീഴ്ചകൾ വേണ്ടിവരുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് മോൻസ് ജോസഫ് MLA. കേരള കോൺഗ്രസ് മുന്നണിയുടെ ഐക്യത്തിന് പരസ്പര വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്നായിരുന്നു മോൻസ് ജോസഫിന്റെ പ്രതികരണം. കോൺഗ്രസുമായുള്ള ആദ്യഘട്ട ചർച്ചകളുടെ ഭാഗമായി തുടർ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് മോൻസ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. കീഴടങ്ങലിന് പിന്നാലെ ജോസഫ് വിഭാഗത്തിന്റെ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നതായിരിക്കും. 2 മുതൽ 4 സീറ്റുകളാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. കോൺഗ്രസ് നിർദ്ദേശം ജോസഫ് വിഭാഗം അംഗീകരിച്ചതായാണ് ലഭിക്കുന്ന സൂചന. പരസ്പര വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്ന് മോൻസ് ജോസഫും അറിയിച്ചു കഴിഞ്ഞു. കീഴടങ്ങളിൽ ജോസഫ് ഗ്രൂപ്പിന് കടുത്ത അതൃപ്തിയാണ്. UDFിലെ എല്ലാ കക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പുതിയ പാർട്ടികൾ വന്നതിനാൽ ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരുമെന്ന് മോൻസ് ജോസഫും കൂട്ടിച്ചേർത്തു. യഥാർത്ഥത്തിൽ അത് കോൺഗ്രസിന് മുന്നിലുള്ള കീഴടങ്ങളായി മാറുകയാണെന്ന വിമർശനവും ഉയരുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്ന കുട്ടനാട്, ഏറ്റുമാനൂർ, ഇരിങ്ങാലക്കുട, തിരുവല്ല, കോതമംഗലം, ചങ്ങനാശ്ശേരി തുടങ്ങി നിരവധി സീറ്റുകൾ ഇത്തവണയും വേണമെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ കോൺഗ്രസ് ഇതിൽ പല മണ്ഡലങ്ങളും ആവശ്യപ്പെട്ടതോടെ അസ്വസ്ഥത രൂക്ഷമായി. ആദ്യഘട്ട ചർച്ചകളിൽ ഇടുക്കി സീറ്റ് കോൺഗ്രസിന് നൽകാൻ സമ്മതിച്ചെങ്കിലും പിന്നീട് കോൺഗ്രസ് കുട്ടനാടും ഏറ്റുമാനൂരും കൂടി ആവശ്യപ്പെട്ടത് ജോസഫ് വിഭാഗത്തെ കൂടുതൽ നിരാശരാക്കി. ഇതിനു പകരം തൃക്കരിപ്പൂർ സീറ്റ് നൽകാമെന്ന നിർദ്ദേശം കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ചെങ്കിലും കോൺഗ്രസ് അത് അംഗീകരിച്ചില്ല. ഇതോടെ ചർച്ചകൾ വീണ്ടും പരാജയപ്പെട്ടു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ സമ്മർദ്ദ രാഷ്ട്രീയമാണ് UDFനെ പ്രതിസന്ധിയിലാക്കുന്നതെന്ന വിമർശനവും ശക്തമായി. മുന്നണിയിലെ ഘടക കക്ഷികൾക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നില്ലെന്ന അസ്വസ്ഥത ജോസഫ് വിഭാഗത്തിനുള്ളിൽ തുറന്നു പറയപ്പെടുന്നുണ്ട്. മുന്നണിക്കുള്ളിലെ ഈ സീറ്റ് വിഭജന തർക്കം വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുമ്പോൾ കോട്ടയത്ത് ചേരുന്ന കേരള കോൺഗ്രസ് സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം PJ ജോസഫ് എടുക്കുന്ന നിലപാട് UDFന്റെ ഭാവിയെ തന്നെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. ഐക്യവും സ്ഥിരതയും അവകാശപ്പെടുന്ന UDFൽ ഇത്തരം തർക്കങ്ങൾ തുടർന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപേ മുന്നണി വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.